നമസ്കാരം. രാമനെന്നോ കൃഷ്ണനെന്നോ സീതയെന്നോ പാർവതിയെന്നോ മനുഷ്യർക്ക് പേരിടാൻ പോലും ആവാത്ത സ്ഥിതിയാണോ രാജ്യത്തുള്ളത് എന്ന് ആശങ്കപ്പെടേണ്ട തരത്തിലാണ് ലോക്സഭാ സ്പീക്കറുടെ ചില ഇടപെടലുകൾ കണ്ടാൽ തോന്നുക. പാർലമെന്റിലെ ബജറ്റ് ചർച്ചയിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നതിന് പിന്നാലെയാണ് ഓം ബിർളയുടെ വിവാദ ഇടപെടലുണ്ടായത്. മോദിയും അമിത്ഷായും ഇന്ത്യയെ ചക്രവ്യൂഹത്തിൽ കുരുക്കുകയാണെന്നായിരുന്നു രാഹുലിന്റെ വിമർശനം. ഈ ചക്രവ്യൂഹം നിയന്ത്രിക്കുന്നത് അദാനിയും അംബാനിയും ഉൾപ്പെടെ 6 പേരാണെന്നും ധനമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചത് അവർക്ക് വേണ്ടിയാണെന്നും രാഹുൽ ആരോപിച്ചു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് കുരുക്ഷേത്ര യുദ്ധത്തിൽ 6 പേർ ചേർന്ന് അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിൽ കുടുക്കി കൊലപ്പെടുത്തിയത്. ആ ചക്രവ്യൂഹത്തെ പത്മവ്യൂഹമെന്നും വിളിക്കാം. ഒരു താമര പോലെയാണത്. 21-ാം നൂറ്റാണ്ടിൽ താമരയുടെ പ്രതീകാത്മക രൂപത്തിൽ പുതിയൊരു ചക്രവ്യൂഹം നിർമ്മിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി ആ ചിഹ്നം തന്റെ നെഞ്ചിൽ അണിഞ്ഞിരിക്കുന്നു. അതിനുശേഷം അഭിമന്യുവിന്റെ അതേ ഗതിയാണ് ഇന്ത്യക്ക്. ഇന്ത്യയിലെ യുവാക്കളും കർഷകരും സ്ത്രീകളും ചെറുകിട കച്ചവടക്കാരും ചക്രവ്യൂഹത്തിൽപ്പെട്ട അവസ്ഥയാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദി, അമിത്ഷാ, മോഹൻ ഭാഗവത്, അജിത് ഡോവൽ, അംബാനി, അദാനി എന്നീ 6 പേരാണ് ഈ ചക്രവ്യൂഹത്തെ നിയന്ത്രിക്കുന്നത് എന്നാണ് രാഹുൽ പാർലമെന്റിൽ പറഞ്ഞത്. ഈ പരാമർശത്തിൽ എവിടെയാണ് ജാതിയും മതവും ഉള്ളത്? ഇതിഹാസമായ മഹാഭാരതത്തിലെ ഒരു സന്ദർഭവശാൽ എടുത്തുപയോഗിച്ചിട്ടുണ്ടെന്നല്ലാതെ വേറെ എന്ത് കാര്യമാണ് ഹിന്ദു മതവുമായി ആ പ്രസംഗത്തിലെ പരാമർശങ്ങൾക്കുള്ളത്? എന്നിട്ടും ആ പരാമർശത്തെ മുൻനിർത്തി രാഹുൽ ഹിന്ദു മതത്തെ അപമാനിക്കുകയാണെന്ന് പറഞ്ഞ് സ്പീക്കർ ഓം ബിർള ഇടപെട്ടു. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഡോവൽ, അംബാനി, അദാനി എന്നിവരുടെ പേരുകൾ മാത്രം പറയാമെന്നും രാഹുൽ വ്യക്തമാക്കി. ഇനി അതും പോരെങ്കിൽ അദാനി അംബാനി എന്നതിന് പകരം A1 A2 എന്നാക്കാമെന്നും രാഹുൽ പറഞ്ഞത് ഹർഷാരവത്തോടെയാണ് സഭ ഏറ്റെടുത്തത്. പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റതിനു ശേഷം പ്രസിഡന്റിന്റെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ രാഹുൽ നടത്തിയ കന്നി പ്രസംഗത്തെയും ഹിന്ദു വിരുദ്ധമെന്ന് ആക്ഷേപിച്ച് നേരിടാനാണ് BJP ശ്രമിച്ചത്. പക്ഷെ അന്ന് ശങ്കരാചാര്യ സ്വാമികൾ തന്നെ പ്രസംഗത്തിൽ ഹിന്ദു വിരുദ്ധമായി ഒന്നുമില്ലെന്ന് പറഞ്ഞതോടെ ആരോപണം ഉന്നയിച്ച നരേന്ദ്രമോദിയുടെ വാദം പൊളിഞ്ഞിരുന്നു. എന്നാൽ തനിക്ക് നേരെ ഉയർന്ന വർഗീയ ആരോപണത്തിൽ തെല്ലും കൂസാതെ തന്റെ പ്രസംഗം തുടർന്ന രാഹുൽ ബജറ്റിൽ ദളിത്, ആദിവാസി വിഭാഗങ്ങളെയും അവഗണിച്ചു എന്ന് ആരോപിച്ചു. രാജ്യത്തെ ജനങ്ങൾ ഭയപ്പാടിലാണ് ജീവിക്കുന്നത്. എല്ലാം കേട്ട് എന്റെ സുഹൃത്തുക്കൾ ചിരിക്കുന്നുണ്ടെങ്കിലും പേടിയുടെ നിഴലിലാണ് അവർ. യുവാക്കൾ അഗ്നിവീറിന്റെ വലയിൽ കുടുങ്ങിയിരിക്കുന്നു. അഗ്നിവീറുകൾക്ക് പെൻഷൻ നൽകുന്നതിനെ കുറിച്ച് ബജറ്റിൽ ഒരു വാക്കുപോലും സൂചിപ്പിച്ചില്ലെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി. രാഷ്ട്രീയമായി BJPയെ നേരിട്ട രാഹുൽ ഗാന്ധി BJPയിൽ ഒരാൾക്ക് മാത്രമേ പ്രധാനമന്ത്രി എന്ന പദവി സ്വപ്നം കാണാൻ അവകാശമുള്ളൂ എന്നും വ്യക്തമാക്കി. തനിക്ക് പ്രധാനമന്ത്രിയാകണമെന്ന് പ്രതിരോധ മന്ത്രി എങ്ങാനും ആവശ്യപ്പെട്ടാൽ വലിയ പ്രശ്നമാകും. അവിടെ ഭയം ഉറവെടുക്കും. ഈ ഭയമാണ് രാജ്യത്തുടനീളം പ്രചരിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഒരിക്കൽ രാജ്യത്തെ സാധാരണക്കാർ നിങ്ങളുടെ ചക്രവ്യൂഹത്തെ ഭേദിക്കുമെന്നും ഓർമ്മിപ്പിച്ച രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം സാമൂഹ്യ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. എന്തായാലും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ മികച്ച ഫോമിൽ തുടരുന്നത് നരേന്ദ്രമോദിയുടെ ഉറക്കം കെടുത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ലോക്സഭാ സ്പീക്കർ തന്നെ രക്ഷയ്ക്കെത്തിയിട്ടും ഫലമില്ലെന്ന് ചുരുക്കം.